എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്കധ്യാനം 11 ദിവസം ഡിസംബർ 11. ഇന്നത്തെ വിചിന്തന വിഷയം ക്രിസ്തു ദൈവമാണ് എന്നതാണ് മനുഷ്യാവതാരം വഴിയുള്ള വീണ്ടെടുപ്പിന് കാരണം. ശ്ലീഹാമാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു എന്ന് സഭ മനുഷ്യാവതാര രഹസ്യം ഏറ്റുപറയുമ്പോൾ ആ ദിവ്യ രഹസ്യത്തിൻ്റെ രക്ഷാകര ശക്തി പുത്രൻ്റെ സവിശേഷ വ്യക്തിത്വത്തിലാണ് ആരോപിക്കുന്നത്. ഈ പുത്രൻ ആരാണെന്ന് തൊട്ടു മുൻപുള്ള ഈ വാക്യത്തിലുണ്ട്. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. AD 100 ആണ്ടോടെ രൂപം കൊണ്ട ശ്ലീഹാമാരുടെ വിശ്വാസ പ്രമാണത്തിലെ ഈ ഭാഗം തുടർന്നുണ്ടായ പാഷണ്ഡതകൾ തിരുത്താൻ വേണ്ടി AD 325 നിക്യ സൂനദോസിൽ വെച്ച് സഭ വിപുലീകരിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട പുതിയൊരു വാക്യം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു: അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. 12 സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന ഭാഗം ഇതാണ്: യേശു സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്തയും. അതായത് പിതാവ് ദൈവമായിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ പുത്രനും ദൈവമായിരിക്കുന്നു. യേശു ദൈവമായതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന അവിടുത്തെ മനുഷ്യ അവതാരവും മരണവും ഉത്ഥാനവുമൊക്കെ മനുഷ്യരക്ഷ സാധിക്കാൻ പര്യാപ്തമായത്. അതിനാൽ ദൈവപുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ആഘോഷമായ ക്രിസ്മസ് യേശുവിൻ്റെ ദൈവത്വ പ്രഖ്യാപനത്തിൻ്റെ മഹാതിരുനാളായി കൊണ്ടാടപ്പെടണം. ജാതിമത ഭേദമന്യേ ലോകമാസകലമുള്ള എല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നത് എത്രയോ ശ്രദ്ധേയമാണ്. മറ്റൊരു മതങ്ങളിലെ ഉത്സവങ്ങൾക്കൊന്നും ഇതുപോലെ സാർവത്രികമായി തീരുന്നില്ല. മറ്റൊരു മതങ്ങളിലെ ഉത്സവങ്ങളൊന്നും ഇതുപോലെ സാർവത്രികമായി തീരുന്നില്ല. ഇതുവഴി അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ വിജാതിയർ ഉൾപ്പെടെയുള്ള സർവ്വ മനുഷ്യരും യേശുവാണ് സത്യദൈവമെന്ന് ഏറ്റുപറയുകയാണ്. ഒരു ക്രിസ്മസ് തലേന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് എത്രയോ ശ്രദ്ധേയം: നാളെ ക്രിസ്മസ് ആണ്, ക്രിസ്ത്യാനികൾക്കായി മാത്രം അത് നീക്കിവെക്കരുത്, കാരണം ക്രിസ്തു എല്ലാവരുടെയും പൊതു സ്വത്താണ്. സകല ജനത്തിനും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലെ വചനത്തിലൂടെ ദൈവദൂതൻ യേശുവിൻ്റെ ജനനവാർത്ത വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാണ്. ക്രൈസ്തവർക്ക് മാത്രമുള്ള സദ്വാർത്തയല്ല യേശു ലോകം മുഴുവനും വേണ്ടിയുള്ളത്. പൗരസ്ത്യദേശത്തു നിന്നുള്ള ജ്ഞാനികൾ അഥവാ ശാസ്ത്രജ്ഞർ 100 കണക്കിന് മൈലുകൾ താണ്ടി ജീവൻ അപകടത്തിലാക്കുന്ന ദുർഘട യാത്ര നക്ഷത്രം കൊടുത്ത സൂചന മാത്രം അടിസ്ഥാനമാക്കി നടത്തി യൂദയായിലെത്തിയത് എന്തിനാണെന്ന് അവർ തന്നെ ഹെറോദസ് രാജാവിനോട് പറയുന്നുണ്ട്. മത്തായി 2:12. എവിടെയാണ് യൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. സാധാരണ ഒരു രാജാവായിരുന്നു ബെത്ലഹേമിൽ ജനിച്ചതെങ്കിൽ
അദ്ദേഹത്തെ ആരാധിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മനുഷ്യരെയല്ല, ദൈവത്തെ മാത്രമല്ലേ ആരാധിക്കേണ്ടതുള്ളൂ. തുടർന്ന് ആ 3 രാജാക്കന്മാർ എന്താണ് ചെയ്തതെന്ന് നോക്കുക. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. മത്തായി 2:12. ആട്ടിടയരോടുള്ള ദൈവദൂതൻ്റെ വാക്കുകളും കന്യകമറിയം ജന്മം കൊടുത്ത ശിശു ദൈവമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. കർത്താവ് എന്ന പദം ദൈവത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്നതിന് ഇസ്രായേൽ ജനത പൊതുവെ ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ആ സവിശേഷ പദം യേശുവിനെക്കുറിച്ച് പറയാൻ ദൈവദൂതൻ ഉപയോഗിച്ചത് സത്യദൈവമായ യേശുവിനെ തിരിച്ചറിയണം എന്ന് വ്യക്തമാക്കാനാണ്. അതിന് മാലാഖ അവർക്ക് പറഞ്ഞുകൊടുത്ത അടയാളം പ്രത്യക്ഷത്തിൽ തികച്ചും വൈരുദ്ധ്യാത്മകമാണ്. ലൂക്കാ 2:12. ഇതായിരിക്കും നിങ്ങൾക്കടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പുൽത്തൊട്ടിയിൽ ജനിക്കാൻ മാത്രം ഇത്ര ചെറുതാകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഒരു മനുഷ്യനായിരുന്നെങ്കിൽ വീട്ടിലോ ഒരു സത്രത്തിലെങ്കിലുമോ ജനിച്ചേനെ. പുൽത്തൊട്ടിയിൽ പിറന്നു വീണ ശിശു ദൈവമാണെന്ന് ആട്ടിടയർക്ക് വിശ്വസിക്കാൻ പ്രയാസമായേക്കുമോ എന്ന് ഭയന്നാൽ എന്ന വിധം ആ സംശയം തീർക്കാൻ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ആദത്തിൻ്റെ പാപത്തോടെ ദൈവത്തിന് നിഷേധിക്കപ്പെട്ട മഹത്വവും മനുഷ്യവർഗത്തിൽ നഷ്ടമായ സമാധാനവും ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആദ്യമാതാപിതാക്കന്മാരുടെ ദൈവത്തോടുള്ള അനുസരണക്കേടും വിധേയത്വരാഹിത്യവും ദൈവത്തിന് അർഹമായ മഹത്വം നിഷേധിക്കലായിരുന്നു. പാപം മൂലം അവർ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചതിനാൽ ദൈവവുമായുള്ള ഐക്യത്തിൻ്റെ ഫലമായ സമാധാനവും അവർക്ക് നഷ്ടമായിരുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയായ ആദ്യ പാപത്തിന് കുരിശുമരണം വരെ അനുസരിക്കാൻ സന്നദ്ധനായ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം മതിയായ പരിഹാരമായി തീർന്നതിനാൽ ദൈവത്തിന് അർഹമായ മഹത്വം മനുഷ്യാവതാരത്തോടെ നൽകപ്പെട്ടു. ദൈവവുമായി മനുഷ്യവർഗത്തെ അന്തഞ്ഞിപ്പിക്കാനും മനുഷ്യാവതാരം കാരണമായതിനാൽ മനുഷ്യന് സമാധാനവും കരഗതമായി. അപ്പോൾ ദൈവത്തിന് മഹത്വവും മനുഷ്യർക്ക് സമാധാനവും പുനഃസ്ഥാപിച്ചു തരാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. മനുഷ്യനായി അവതരിച്ച ദൈവത്തിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ആകയാൽ യേശുവിനെ തികഞ്ഞ ബോധ്യത്തോടെ ദൈവമായി ഒരിക്കൽ കൂടി അംഗീകരിച്ചേറ്റു പറയാൻ ഈ ക്രിസ്മസ് നമുക്ക് കാരണമാകട്ടെ. യേശുവിനെ ദൈവമായി സ്വീകരിക്കുന്നതിൻ്റെ അനിവാര്യ ഫലമായി എന്നോണം നമ്മുടെ ജീവിതം പരിപൂർണമായി ക്രിസ്തുവിന് അടിയറ വയ്ക്കാനും നമുക്ക് കൃപ ലഭിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, അവിടുത്തെ മനുഷ്യ അവതാരം ദൈവത്തിന് മഹത്വവും ഞങ്ങൾക്ക് സമാധാനവും നേടുത്തുന്ന അതിൻ്റെ കാരണം അവിടുന്ന് ദൈവമായതിനാലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഈശോയെ, പരിശുദ്ധ മറിയം അങ്ങയുടെ ദൈവത്വം എത്ര അഗാധമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ജീവിതത്തിലെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും പതറാതെ മാതാവ് നിലകൊണ്ടത്. ഈശോയെ, അങ്ങയുടെ ദൈവത്വം ഞങ്ങൾ ഏറ്റുപറയാറുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കി വിശ്വസിച്ചേറ്റുപറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഈശോയെ അങ്ങ് ദൈവമാണെന്ന് പത്രോസ് ഏറ്റു പറഞ്ഞപ്പോൾ അവൻ ഭാഗ്യവാനായി തീർന്നു. ഞങ്ങളും അങ്ങയുടെ ദൈവത്വം ഏറ്റുപറഞ്ഞ് രക്ഷയും സൗഖ്യവും മോചനവും പ്രാപിക്കട്ടെ. ആമേൻ.